എടിയേ, നമ്മുടെ കുഞ്ഞാക്കോച്ചനും മോനുവാ വന്നേക്കുന്നേ. കാപ്പി കൊടുക്കണം കേട്ടോ. അടുപ്പിൽ തീ ഉണ്ടോടി? തീ വയറ്റില്ല. എടി, കുഞ്ഞാക്കോച്ചനെ അറിയത്തില്ലയോ? നിന്റെ അപ്പൻ വഴിയിൽ സംബന്ധമാ. നിങ്ങളുടെ അപ്പനാ വഴിയിൽ സംബന്ധം. ഒനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ആ പോത്തം വക്കീലേ, നമ്മൾ വന്ന കാര്യം പറയാം. ഇവനാ എന്റെ ഇളയ മോൻ ജോസഫ്. ഇവനങ്ങ് കാനഡയിലാ ജോലി. ഈ ലീവിന് കല്യാണം നടത്താനാ പ്ലാന്. അതിന് പറ്റിയ ഒരു പെണ്ണിനെ കണ്ടെത്താൻ താൻ സഹായിക്കണം. സാധനം വാങ്ങിയിട്ട് 5 രൂപ കുറവുണ്ടല്ലോടി. അതമ്മച്ചി, യുദ്ധം കാരണം കൊടംപുളിക്കിപ്പോ വില കൂടുതലാ. യുദ്ധം കാരണോ? പട്ടാളക്കാരെന്നാ തോക്കിനകത്ത് കുടംപുളി ഇട്ടാണോടി വെടിവെക്കുന്നത്? എങ്ങനെയുള്ള പെണ്ണിനെയാ? സായിപ്പിന്റെ നാട്ടിലേക്കല്ലേ. നല്ല വെളുത്ത പെണ്ണായിരിക്കണം. പിന്നെ കുടുംബവും വെളുത്തിരിക്കണം. പലയിടത്ത് പോയി പെണ്ണ് കണ്ടു. അവൻ ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടണില്ല. എടി, നമ്മുടെ പൈലോച്ചന്റെ ഒരു മോള് കെട്ടിക്കാറായി നിൽക്കുമല്ലേ, അവള് വെളുത്തതാന്നോടി? പൈലോച്ചന്റെ മോളെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അവളുടെ തള്ള നല്ല വെളുത്തതാ. ഏയ്, കെട്ടിച്ച പെണ്ണുങ്ങളെ എനിക്ക് വേണ്ട. പപ്പ, നമ്മുടെ പുതിയ പോസ്റ്റ് മാസ്റ്ററുടെ മകള് കോളേജിൽ പഠിക്കുന്ന ഒരു പെണ്ണുണ്ട്. മദാമയെ പോലെ വെളുപ്പ്. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞങ്ങളുടെ സ്കൂളിനടുത്താ അവര് താമസിക്കുന്നത്. അത് കൊള്ളാമായിരിക്കും. അതൊന്ന് ആലോചിച്ചാലോ കുഞ്ഞാക്കോച്ച? ആ പെണ്ണിന് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഒരു ഡോക്ടർ കണ്ണു വെച്ചതാ. ഇവൻ അറിയാത്ത കാര്യമില്ല. എന്നാ താമസിക്കേണ്ട വക്കീലെ, ഇപ്പൊ തന്നെ പോയി കണ്ടേക്കാം. ഡോക്ടർ നോട്ടമിട്ടവളാണെങ്കിൽ സുന്ദരിയായിരിക്കും. പെണ്ണ് കാണാൻ പോയൊരു ഇത്ര പെട്ടെന്ന് തിരിച്ചു പോന്നോ? ഞാൻ നോക്കി. എന്തു പറ്റി? നിങ്ങൾ എന്നാത്തിനാ ഈ പിള്ളേരെ തല്ലാൻ ഓടിക്കുന്നേ? എടി, അവന്റെ വാക്കും കേട്ടോണ്ട് അവിടെ ചെന്ന് നോക്കിയപ്പോഴാ പറ്റിപ്പോയത്. അവൾ ഒറ്റക്കണ്ണിയാടി. ഒരു കണ്ണിന്റെ സ്ഥാനത്ത് പ്ലാസ്റ്റിക് കണ്ണാ വെച്ചിരിക്കുന്നത്. അത് ഞങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ, മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ പെണ്ണിന് കണ്ണു വെച്ചതാണെന്ന്.